എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, എളുപ്പമായിരുന്നു. ആ, ഏത് ബാച്ച്? ബ്രില്യൻ്റ് പഠിക്കുന്നതാണോ അതോ പുറത്ത്? ഓൺലൈൻ ബാച്ചാണ്. ഓക്കെ, സ്ഥലം എവിടെയാണ്? പെരുവ. ആ, ഓക്കെ. നമ്മുടെ മോഡൽ എക്സാമുകളൊക്കെ എഴുതിയിരുന്നോ? എഴുതിയിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിളി കുഴപ്പമില്ലായിരുന്നു, സാറ്റിസ്ഫൈഡ് ആണ് എക്സാമിൽ. ആ, ഇപ്പോൾ ചോദിക്കട്ടെ, ഇവിടുത്തെ പ്രൊസീജിയറുകളോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? അതായത് ഇപ്പം ഈ ഗേറ്റ് കടന്നെങ്കിൽ വരുന്ന എൻട്രിയുടെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ എക്സാം ഹാളിൽ കയറിയതിന് ശേഷമുള്ള പ്രൊസീജിയറിലോ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായോ? ഇല്ല. ടെൻഷനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഐ മീൻ കമ്പയർ ടു ലാസ്റ്റ് ഇയർ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടതായിരിക്കുമല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ ഫിസിക്സ് ഈസി ആയിട്ടാണോ വന്നത് അതോ കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ കുഴപ്പമില്ല എന്നല്ലാതെ ഈസി ആയിട്ടാണോ വന്നത് അതോ കഴിഞ്ഞ കൊല്ലത്തേമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല. കെമിസ്ട്രിയോ? ആ, കുഴപ്പമില്ലായിരുന്നു. ബയോളജി, ബോട്ടണി, സുവോളജിനെ കുറിച്ച് സെപ്പറേറ്റ് പറയുമ്പോഴത്തേനും അതിൽ സുവോളജിയാണ് കുറച്ചുകൂടെ എളുപ്പം. പിന്നെ ഈ അൺഫെമിലിയർ ആയിട്ട് ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതിയതാണല്ലോ, അപ്പോൾ അൺഫെമിലിയർ ആയിട്ട് എന്തെങ്കിലും എക്സാം ഹാളിൽ കണ്ടോ? അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ പെട്ടെന്ന് നമുക്ക് ഒരു പരിചയം ഇല്ലാത്തതുപോലെയോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് പോലെ തോന്നുന്നു, അങ്ങനെ എന്തെങ്കിലും കണ്ടായിരുന്നു? ഇല്ല. എല്ലാം ഫെമിലിയർ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തന്നെ ആയിരുന്നു. ഹാപ്പി ആയിട്ടാണല്ലോ? അപ്പോൾ ഡോക്ടറായിട്ട് കാണാം. ഓക്കെ, ഉണ്ടായിരുന്നു? നന്നായിരുന്നു. നല്ല സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മുടെ ബ്രില്യൻ്റിൽ ഏത് ബാച്ചിൽ? ഐ മീൻ പ്ലസ് 1 പ്ലസ് 2 ഒപ്പം ക്രാഷ് കോഴ്സിന് പോയത് മാത്രമേ ഉള്ളൂ, അതാണ് ഉണ്ടായിരുന്നത്. എക്സാം ഹാളിലെ ഈ പ്രൊസീജിയറുകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? ഐ മീൻ നിങ്ങളുടെ സൈൻ, ഫോട്ടോ ഫോട്ടോ ഇടുന്ന അങ്ങനത്തെ കാര്യങ്ങളില്ലേ? പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യാതൊരു തരത്തിൽപ്പെട്ട ടെൻഷനുകളും ഇല്ലായിരുന്നു. നേരത്തെ എക്സാം ഹാളിൽ കയറുമല്ലോ ചെയ്തോ? 11 മണിക്കേ ഒന്ന് കയറിയായിരുന്നോ? കയറി. അതൊരു അബദ്ധം പറ്റി പോയില്ലേ? 3 മണിക്കൂർ വെറുതെ ആ എക്സാം ഹാളിൽ ഇരുന്നതിൻ്റെ ഒരു മടുപ്പ് അഫക്റ്റ് ചെയ്തോ? അഫക്റ്റ് ചെയ്തു. എന്നാൽ അഫക്റ്റ് ചെയ്തു എന്നൊന്ന് പറ. 11 മണിക്കേ കയറി 3 മണിക്കൂർ എക്സാം ഹാളിൽ നിന്നത് ഒരു മടുപ്പായി പോയല്ലേ? ആ, സാറില്ല, കുഴപ്പമില്ല. ഓക്കെ ആയിരുന്നു. അതായത് ഞങ്ങൾ പുറത്ത് വെച്ച് പാരൻസിനോട് ചോദിച്ചപ്പോഴും അങ്ങനത്തെ ഒരു ചെറിയ കാര്യം പറഞ്ഞായിരുന്നു. കാരണം 11 തൊട്ട് 1:30 വരെ എൻട്രി ടൈം ഉണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു എക്സാമിൻ്റെ ഒരു ടെൻഷൻ കൊണ്ട് 11 മണിക്കേ ഒന്ന് കയറി. അപ്പോൾ ഒരു കാര്യം മറന്നുപോയി, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണമായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർത്തില്ലല്ലേ? ആ, സാറില്ല, പോട്ടെ. എന്തായാലും എക്സാം അതിൻ്റെ ഒരു പകരം തീർത്തില്ല. എക്സാം ടെൻഷൻ അടിപ്പിക്കാതെ അല്ലായിരുന്നോ? ബ്രില്യൻ്റിൻ്റെ മോഡൽ എക്സാമുകളും കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നോ? അതുമായിട്ട് വ്യത്യാസം വല്ലതും അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? മോഡൽ എക്സാം എഴുതിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ നിങ്ങൾ എക്സാമിന് കണ്ടു എന്നാണ് പറയുന്നത് അല്ലേ? അതൊരു വലിയ കാര്യമല്ലേ അല്ലേ? ആ, അപ്പോൾ പിന്നെ ഇനിയിപ്പം സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി, അതായത് ഒരു കൊല്ലത്തെ നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടത്തിയത് അല്ലേ? ആ, ക്രാഷ് കോഴ്സിനായിരുന്നു നേരത്തെ. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. പ്ലസ് 1 പ്ലസ് 2 പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ പഠിക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാണെങ്കിലും വീട്ടിലോട്ട് പോകല്ലേ? വീട് എവിടാ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.